യുദ്ധം എപ്പോൾ നിർത്തണം, ആര് നിർത്തുമെന്ന് തീരുമാനിക്കുന്നത് ഇറാൻ ആയിരിക്കുമെന്നൊരു വെല്ലുവിളി. അതും ട്രംപിന്റെ യുദ്ധപ്രഖ്യാപനമെന്ന, അല്ലെങ്കിൽ ട്രംപ് ഈ പറയുന്ന നാവികസേനയെ, ഈ പറയുന്ന നാവികശക്തി, ഇറാന്റെ നാവികശക്തിയെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ, ഒരു വെല്ലുവിളി നടത്തുമ്പോൾ, അതേ നാണയത്തിൽ സമാധാനത്തിന്റെ ഒരു അംശം പോലും പുറത്തു വരാത്ത രീതിയിൽ സമാധാനം ഉണ്ടാകുമെന്ന് വീണ്ടും ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അബ്ബാസ് അരാഗ്ചി ട്വീറ്റ് വരുന്നത്. അതായത് യുദ്ധം തുടങ്ങിയത് ഇറാനും ഇസ്രായേലുമാണ്, എന്നാൽ അവസാനിപ്പിക്കാൻ ആര് തീരുമാനിക്കുമെന്ന് ചോദിച്ചാൽ അത് ഇറാൻ ആയിരിക്കുമെന്ന രീതിയിൽ ഒരു കനത്ത വെല്ലുവിളി ഈ സമീപ ദിവസങ്ങളൊന്നും ഇത്തരത്തിൽ അബ്ബാസ് അരാഗ്ചിയുടെ കൈവശത്ത് നിന്ന്, അല്ലെങ്കിൽ അബ്ബാസ് അരാഗ്ചി ഇത്രത്തോളം ഒരു വെല്ലുവിളി നേരിടുന്ന ഒരു പോസ്റ്റ് വന്നിട്ടില്ല. അതിനർത്ഥം പശ്ചിമേഷ്യയും മധ്യപൂർവേഷ്യയും ലോകമൊന്നാകെ സമാധാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്ന മണിക്കൂറുകൾക്ക് അപ്പുറത്തേക്ക് അങ്ങനെയൊന്നും സംഭവിക്കാൻ ഇടയില്ല എന്ന ആശങ്കപ്പെടുത്തുന്ന മണിക്കൂറുകളുടെ ലോകം കടന്നുപോകുന്നത്. അതായത് ഒരു പോർമുഖം വീണ്ടും തുറന്നിരിക്കുന്നു. 48 മണിക്കൂർ ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം മുറുകുമ്പോൾ, ഈ പറയുന്ന പോലെ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുമ്പോൾ സമാധാനത്തിന്റെ വാർത്ത അല്പം വൈകിയും ഒമാൻ വഴിയും അതേസമയം സംസാരിക്കാൻ സന്നദ്ധയെന്ന ട്രംപ് പറഞ്ഞു എന്ന ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വഴി നമ്മൾ ആഗ്രഹിച്ചെങ്കിലും അത്തരത്തിലല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. നിലവിൽ ഒരു തികഞ്ഞ യുദ്ധ പ്രഖ്യാപനത്തിലേക്ക്, 1-to-1 ഫേസ് ടു ഫേസ് അറ്റാക്കിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്ന് ആശങ്ക ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ 48 മണിക്കൂർ പിന്നിടാൻ പോകുന്ന യുദ്ധം തുടരും, അത് ദിവസങ്ങളോളം തുടരും. അമേരിക്കയും ഇസ്രായേലും പറഞ്ഞതുപോലെ ഇറാനിലെ ആത്യന്തിക ലക്ഷ്യമായ ഖമനേയി ഭരണകൂടത്തെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുന്നവരെ ഈ സമരം, അല്ലെങ്കിൽ ഈ പറയുന്ന യുദ്ധം, ഈ പറയുന്ന ആക്രമണം തുടരുമെന്ന് അനുമാനിക്കാൻ നിലവിൽ നിവർത്തിയുള്ളൂ. നമ്മോടൊപ്പം അസിത സഹിർ കൂടി ചെയ്യുന്നു. അസിത, നേരത്തെ നമ്മൾ ഒരു 10-11 മണിക്ക് സമയത്ത് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഒമാനിൽ നിന്ന് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന രീതിയിൽ വാർത്ത വരുന്നത്. ഒമാൻ വഴി അമേരിക്ക മധ്യസ്ഥത വഹിച്ച് ഈ പറയുന്ന സംഘർഷം ലഘൂകരിക്കാൻ തയ്യാറാണെന്ന് ഇറാന്റെ ഭാഗത്തു നിന്നൊരു സന്നദ്ധത വരുന്നത്. അതേ സമയത്ത് തന്നെ റോയിറ്റേഴ്സും അൽ ജസീറയും ട്രംപിനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന പുതിയ ഭരണകൂടത്തുമായി സംസാരിക്കാൻ തയ്യാറാണെന്ന സന്നദ്ധത വരുന്നു. ആ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചു ട്രംപും ഇറാൻ ഭരണകൂടവും ഒരു ചർച്ചയ്ക്ക് വേണ്ടി വീണ്ടും ഒരു ടേബിളിന് ചുറ്റും വന്നിരിക്കാനുള്ള സാധ്യത തെളിഞ്ഞു വന്നിരുന്നു. പക്ഷേ ആ സാധ്യത എല്ലാം നിഷ്ഭ്രമമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ രണ്ട് ഇറാന്റെ ഭരണത്തലവന്മാരിൽ നിന്നും ഒപ്പം ട്രംപിന്റെ പോസ്റ്റിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കേണ്ടത്. അത്തരത്തിലല്ലേ കാര്യങ്ങൾ? തീർച്ചയായും സുഹേല പറഞ്ഞ നിലയിൽ തന്നെയാണ്. സ്വാഭാവികമായും ഒമാന്റെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച എന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ അതിനോട് ട്രംപിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ മണിക്കൂറുകളിൽ തന്നെ പ്രതീക്ഷിച്ചിരുന്നതും കാത്തിരുന്നതും. അതിന് പിന്നാലെ പതിവ് പോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ ചില പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അത് പൂർണ്ണമായും ഇറാനെ ആക്രമിക്കുന്നതിലേക്ക് തന്നെ കടക്കുന്നു കാര്യങ്ങൾ എന്നുള്ള വ്യക്തമായ സൂചന നൽകുന്നത് കൂടിയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇറാന്റെയും ആ വിഷയത്തിലെ പ്രതികരണം വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇറാന്റെ ആ പ്രതികരണത്തെ വായിച്ചെടുക്കേണ്ടത്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പ്രധാനമായും ഈ സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ ഉരുത്തിരിയുന്നു എന്നുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ഖമനേയി കൊല്ലപ്പെട്ട ശേഷമുള്ള ഇറാന്റെ സാഹചര്യം എന്നുള്ളത് തന്നെയായിരുന്നു. അതായത് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ഈ ഇറാൻ വിരുദ്ധ ചേരി ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായി ഖമനേയിയെ കണ്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അമേരിക്കയുടെ എല്ലാ കാലത്തെയും പ്രതിപക്ഷം എന്ന നിലയിൽ തന്നെ നിലകൊണ്ടിരുന്ന ഖമനേയി എന്ന നേതാവ് അമേരിക്കക്കെതിരെ, സാമ്രാജ്യത്വത്തിനെതിരെ എല്ലാ കാലവും അതിശക്തമായ നിലപാടുകൾ എടുക്കുകയും ആ നിലയിൽ പോരാടുകയും ചെയ്തിരുന്ന നേതാവ്. അപ്പോൾ ഖമനേയിയോടുള്ള വ്യക്തിപരമായ പകയായിരുന്നു ഈ ആക്രമണത്തിലേക്ക് ഉൾപ്പെടെ നയിച്ചത് എന്നുള്ള വിലയിരുത്തലുകൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഖമനേയി ഇല്ലാത്ത ഇറാൻ അല്പം കൂടി അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് ഈ നിലയിൽ ചർച്ച സാധ്യമാകുന്ന ഇറാൻ ആയിരിക്കും എന്നൊരു പ്രതീക്ഷ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണ് ഇറാൻ എന്നുള്ള വാർത്തകൾ ഒമാൻ പുറത്തുവിട്ടതിന് പിന്നാലെ ആ നിലയിലൊരു സാധ്യത ചർച്ചയ്ക്ക് വേണ്ടി തെളിയുന്നു എന്നുള്ള പ്രതീക്ഷകളും ഉണ്ടായിരുന്നത്. പക്ഷേ ആ സാഹചര്യത്തിലാണ് ഇറാന്റെ ഈ പ്രതികരണം ഏറ്റവും പ്രധാനപ്പെട്ടത് വരുന്നത് എന്നതുകൂടിയാണ്. അതായത് ഒരു നേതാവിനെ ആശ്രയിച്ചല്ല ഇറാൻ മുന്നോട്ട് പോകുന്നത് എന്ന ആ പ്രതികരണത്തിൽ തന്നെ ഇറാൻ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട്, സ്റ്റാൻഡ് അത് വളരെ വ്യക്തമാകുക കൂടിയാണ്. ആദ്യത്തെ മണിക്കൂറുകളിൽ തന്നെ, അതായത് ഇറാന്റെ പുതിയ ഭരണ സംവിധാനത്തിലേക്ക് പുതിയ നേതാക്കൾ വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഖമനേയി എന്താണോ മുന്നോട്ട് വെച്ച മാതൃക അത് തന്നെയായിരിക്കും ഇറാൻ പിന്തുടരുന്നത് എന്നുള്ള വ്യക്തമായ പ്രതികരണം അവർ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് പിന്നാലെ ഒരുപക്ഷേ ഈ നേതൃനിരയിലുണ്ടായ മാറ്റം അത് വലിയ ചർച്ചകളിലേക്ക് അമേരിക്കയ്ക്ക് താല്പര്യം ഉണ്ടാക്കുന്നതാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഒരു നേതാവിനെ ആശ്രയിച്ചല്ല ഇറാൻ മുന്നോട്ട് പോകുന്നത് എന്ന പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നത്. തങ്ങളുടെ ശത്രുക്കൾ ആ നിലയിൽ, അതായത് ഒരു നേതാവിനെ ആശ്രയിച്ചാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. പൂർണ്ണമായും ഖമനേയിയുടെ മാത്രം തീരുമാനങ്ങളും നിലപാടുകളുമായിരുന്നു മുൻപ് ഇറാന്റേത് എന്ന പേരിൽ അമേരിക്കക്കെതിരെ പോലും കണ്ടത്. അപ്പോൾ ഖമനേയി ഇല്ലാതാകുന്നതോടുകൂടി ആ നിലപാടിൽ നിന്നും ഇറാൻ പിന്നോട്ട് പോകും എന്നുള്ള എല്ലാ പ്രചാരണങ്ങളെയും എല്ലാ വിലയിരുത്തലുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഒരു നേതാവിനെ ആശ്രയിച്ചല്ല ഇറാന്റെ നയങ്ങൾ എന്നുള്ള അതിശക്തമായ ഒരു പ്രസ്താവന, പ്രതികരണം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതായത് ഇതിനു മുൻപ് ഏത് നിലയിൽ
മേഖലയിലാണോ അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തികളോട് ഇറാൻ സ്വീകരിച്ച നിലപാട്, ആ നിലപാട് തന്നെ ഇനിയും ഇറാൻ തുടരും എന്നതിന്റെ ഏറ്റവും അടിവരയിടാവുന്ന ഉദാഹരണമായി ഈ പ്രതികരണം മാറുകയും ചെയ്യുന്നുണ്ട്. തന്റെ രാജ്യം ഇറാനെ മാത്രമല്ല മുഴുവൻ മേഖലകളെയും, അതായത് ഇറാൻ ഉൾപ്പെട്ട പശ്ചിമേഷ്യൻ മേഖലകളെ മുഴുവൻ സംരക്ഷിക്കുകയായിരുന്നു ചെയ്തത് എന്ന പ്രതികരണം കൂടി വരുമ്പോൾ ഇനിയും അത് തന്നെയായിരിക്കും ഇറാൻ തുടരുക. അതായത് ഖമനയിലൂടെ മുൻപ് നമ്മൾ കേട്ടിരുന്ന വാക്കുകൾ, പ്രതികരണങ്ങൾ, അത് ഖമനയുടേത് മാത്രമല്ല, അത് ഇറാന്റേതായിരുന്നു. ഖമനയില്ലാത്ത ഇറാനും അത് തന്നെ തുടരും എന്നുള്ള പ്രതികരണം ഇറാനിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായും സുഹൈൽ ഇനിയുള്ള ചർച്ചകൾ എങ്ങനെയാകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ട്രംപിനെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നതുപോലെ സമാധാന നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുന്നുവെന്ന പ്രതീക്ഷകൾ ഉണ്ടാകുമ്പോൾ പോലും ട്രംപിന് അനുകൂലമായ നിലയിൽ, അല്ലെങ്കിൽ ട്രംപിന് ഇത് ശരി എന്ന് തോന്നുന്ന നിലയിലേക്ക് ഒരു ചർച്ച എത്തിയിട്ടില്ല, സമാധാന ശ്രമങ്ങൾ എത്തിയിട്ടില്ല എങ്കിൽ പോലും അതിനെ ഒരു സമാധാന നീക്കമായി കാണാൻ കഴിയാത്ത, ആ നിലയിൽ അംഗീകരിക്കാത്ത ആളുകൂടിയാണ് ട്രംപ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു വ്യക്തി ചർച്ചയ്ക്ക് തയ്യാറായി എന്നുള്ള വാർത്തകൾ മുൻപ് നമ്മൾ അൽ ജസീറ പോലുള്ള മാധ്യമങ്ങളെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് റോയിറ്റേഴ്സും സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ ഈ ഇറാന്റെ കപ്പലുകളടക്കം ആക്രമിക്കുന്നു, അത് തുടരുന്നു എന്നുള്ള ട്രംപിന്റെ പ്രതികരണം, അതിന് പിന്നാലെ ഒരു നേതാവിനെ ആശ്രയിച്ചല്ല ഇറാന്റെ നിലപാടുകൾ എന്നുള്ള ഇറാന്റെ നിലപാട് കൂടി, ഇറാന്റെ പ്രതികരണം കൂടി വരുന്നതോടുകൂടി ചർച്ചകൾക്കുള്ള സാധ്യതകൾ എത്രമാത്രമാണ് എന്നത് വീണ്ടും ഒരു സംശയത്തിലേക്ക്, ആശങ്കയിലേക്ക് പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുഹൈൽ. അതോടൊപ്പം തന്നെ ഇറാന് ഈ മേഖലയിലെ മറ്റ് രാജ്യങ്ങളുമായി പ്രശ്നമില്ല എന്നൊരു പ്രതികരണം കൂടി അവർ നടത്തുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനമായി ഒമാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിലേക്ക് ആക്രമണം നീളുന്ന പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധം ഇറാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഘട്ടത്തിലും ഇറാൻ ആ രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം അല്ല അത്, മറിച്ച് അമേരിക്കക്കെതിരെയുള്ള പ്രതിഷേധമാണ്, പ്രതിരോധമാണ് എന്നുള്ള നിലയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അപ്പോഴും GCC രാജ്യങ്ങൾ വലിയ പ്രതിഷേധം ആ വിഷയത്തിൽ ഉയർത്തുകയും GCC രാഷ്ട്ര തലവന്മാർ അല്പം മുമ്പ് യോഗം ചേരുന്ന ആ യോഗം തുടരുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് മറ്റ് രാഷ്ട്രങ്ങൾക്കെതിരെയല്ല തങ്ങളുടെ ഈ പ്രതിഷേധം അല്ലെങ്കിൽ തങ്ങളുടെ ആക്രമണം എന്നതുകൂടി ഇറാൻ അടിവരയിടുന്നത്. അപ്പോൾ GCC രാഷ്ട്രങ്ങളുടെ പിന്തുണ ഇറാൻ ഇപ്പോഴും തേടുന്നു എന്നതിനർത്ഥം ഈ സംഘർഷങ്ങൾക്ക് ഒരുപക്ഷെ അയവുണ്ടാകാനുള്ള സാധ്യതകൾക്ക് വീണ്ടും മങ്ങലേൽക്കുന്നു എന്നത് തന്നെയാകണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.